ഒരു പയ്യൻ, സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ കുറ്റിക്കാട്ടിൽ നിന്ന് വീടി വലിച്ചുകൊണ്ടിരിക്കുക. ഈ വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്ന പയ്യനോട് ടീച്ചർ വന്ന് ഇവന്റെ ചെവിയിൽ പിടിച്ചിട്ട് പറഞ്ഞിട്ട്, കള്ള വീടി വലിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ? ഇവൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം. ഞാനും ടീച്ചറും കൂടെ കുറ്റിക്കാട്ടി നിൽക്കണമെന്ന് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കും. നമ്മൾ രണ്ടുപേരും കൂടെ നിൽക്കണം. ഇങ്ങനത്തെ മക്കളാ നമ്മുടെ മക്കൾ. എങ്ങനെ ആകാതിരിക്കും? വാപ്പായിക്ക് തന്റെ മകള് ഒരുത്തനെ പ്രണയിക്കുന്നു പറയുമ്പോ എന്താ ഈമാൻ! അപ്പോഴാണ് അങ്ങോട്ട് വാപ്പ വടിയൊക്കെ എടുക്കണത്. മകനൊരു കാമുകയുണ്ട്, അല്ലെങ്കിൽ മകനൊരു കാമുകയുണ്ട്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വാപ്പമാരൊന്നും ചിരിക്കണ്ട. കടുവാപ്പ എല്ലാവരും പ്രായമുള്ളവർ വിചാരിക്കണേ ഈ ചെറുപ്പക്കാർക്ക് മാത്രമേ പ്രണയമുള്ളെന്ന്. ഇപ്പൊ ചെറുപ്പക്കാരെ പിന്നെയും വിശ്വസിക്കാൻ, ഈ വാപ്പമാരെ വിശ്വസിക്കാൻ പറ്റാത്ത. കാരണം ഈ പോത്തങ്കോട്, നിങ്ങളുടെ അടുത്ത പ്രദേശമാണല്ലോ പോത്തങ്കോട്, ഇവിടുള്ളൊരു പെണ്ണൊരാളെ പ്രണയിച്ചു. കണ്ണൂരാണ് ഈ പയ്യന്റെ വീട്. ഫോണിലൂടെ പ്രണയിച്ചിട്ട് 6 മാസം നീണ്ട പ്രണയം. പ്രണയത്തിന്റെ ഒടുവില് തന്റെ കാമുകനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടുന്ന് വൈകിട്ട് പോകുന്ന 8:40 പോകുന്ന മംഗലാപുരം എക്സ്പ്രസിൽ കയറിപ്പോയി. രാവിലെ 4:45 5 മണിയായപ്പോ കണ്ണൂർ ട്രെയിൻ എത്തി. ഈ പെണ്ണ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് കറങ്ങണ കണ്ടപ്പോ 19 വയസ്സേ ഉള്ളൂ. ഈ ഓട്ടോക്കാര് ഈ പെണ്ണിനോട് ചോദിച്ചു, എന്ത് മോളെ നിക്കണേ? അതൊരാളെ കാണാമെന്നെയാണ്. അവസാനം പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്ന് 5:45 ഈ പെണ്ണ് കറങ്ങുന്ന കണ്ട് പോലീസ് കൊണ്ടുപോയി ചോദിച്ചു, പറഞ്ഞു ഒരാളെ പ്രണയിച്ചു, കാമുകനെ കാണാമെന്നതാ. കൊടുത്ത നമ്പറിൽ വിളിച്ചു. അങ്ങനെ ഒരു 7 മണി ആയപ്പോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു, 6 മാസം നീണ്ട പ്രണയത്തിൽ തന്റെ രാത്രികൾ മുഴുവനും പകലാക്കിയ കാമുകനെ കാണാൻ കസേരയിൽ ഈ പെണ്ണിങ്ങനെ ഇരിക്കുമ്പോ 62 വയസ്സുള്ള മുഹമ്മദ് കുഞ്ഞെന്ന് പറയുന്ന ഒരു വാപ്പ നടന്നു വരിക. രാത്രി മൊത്തം വാള് നടത്തിയത് പാവപ്പെട്ടവനാണ്. വാപ്പന്മാരുടെ സ്വഭാവം അങ്ങനെയാണ്. പണ്ട് ചെറുപ്പക്കാര് മാത്രമേ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പ്രണയിക്കാനും അവരുടെ ജീവിതം തൊലയ്ക്കുന്നവരാ നമ്മൾ. അവരെ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കും, അങ്ങനെ പ്രണയം. അത് കഴിയുമ്പോഴോ വൈകുന്നേരമാകുമ്പോ പ്രേമത്തിന്റെ ABCD അറിയാത്ത മകളുടെ കയ്യിൽ നല്ല ആൽബത്തിന്റെ CD കൊണ്ട് വാപ്പ കൊടുത്തിട്ട് പറയാ, മോളെ കണ്ടു പഠിക്കണം എങ്ങനെയാ പ്രണയിക്കണ്ടേ. ഞാനിങ്ങനെ അടുത്തൊരു പാട്ട് കേട്ട്, പള്ളിക്കകത്താണ്, പാടാൻ പാടില്ല എങ്കിലും ഈ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു യാത്രയിൽ ഒരു ആൽബം ഒരു ഇങ്ങനെ ഇട്ടിരിക്കുന്ന കണ്ടപ്പം യാദൃശികമായി കാണേണ്ട വന്നു. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്ത് തീ പുകഞ്ഞത് അടുപ്പിലല്ല എന്റെ നെഞ്ചിലാ. എല്ലാരും ചിരിക്കുന്ന സീൻ മനസ്സിലായെന്ന് തോന്നുന്നു. എങ്ങനെ പ്രണയിക്കണം, പ്രണയിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചാവണോന്ന് വരെ അതിനകത്ത് പഠിക്കും. ഒരു മനുഷ്യരെയും ചതിക്കല്ലേ, ഒരു മനുഷ്യരെയും വഞ്ചിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, വാപ്പാന്റെ പ്രതീക്ഷകളെ തകർത്തു കളയുകയാണ്. ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ. ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് കാളകളെ പോലെ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വരദയും ധരിച്ചുകൊണ്ട് ഹെലിമെറ്റും ഇട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ, ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് അമുസ്ലിമായ ഓട്ടോക്കാരനെയും ഏതെങ്കിലും ഒരുത്തരെ കിട്ടിയാൽ അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറുമ്പോൾ, ഭർത്താക്കന്മാരെ ചതിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുനിയാവും ആഖിറവും വലിച്ചെറിയുമല്ലേ, അവന്റെ ഈമാന് കുഴിച്ചു മൂടുകയല്ലേ.